ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്ന 2010 ശേഷം ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യൻ ഇയർ ടോപ്പറുള്ള കുറച്ച് നടന്മാരെ കുറിച്ചാണ്. അപ്പോൾ ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് 3 നടന്മാരാണുള്ളത്. തമിഴിൽ നിന്ന് ഗളപതി വിജയും, സാൻഡൽവുഡിൽ നിന്ന് KGF യാഷും, പിന്നെ ഋഷഭ് ഷെട്ടിയുമാണ്. വിജയുടെ 2012 തുപ്പാക്കി എന്ന ചിത്രമാണ് സൗത്ത് ഇന്ത്യൻ ഇയർ ടോപ്പർ ആയത്. KGF 2 എന്ന ചിത്രത്തിലൂടെയാണ് യാഷ് സൗത്ത് ഇന്ത്യൻ ഇയർ ടോപ്പർ 2022 കണ്ടത്. 2025 കാന്താര ദ ലെജൻഡ് എന്ന സിനിമയിലൂടെയായിരുന്നു ഋഷഭ് ഷെട്ടി സൗത്ത് ഇന്ത്യൻ ഇയർ ടോപ്പർ കണ്ടത്. ഇച്ചിരി 4ാം സ്ഥാനത്തുള്ളത് സിംഗം സൂര്യാണ്. 2 ചിത്രങ്ങളാണ് സൗത്ത് ഇന്ത്യൻ ഇയർ ടോപ്പർ ആയിട്ടുള്ളത് സൂര്യയുടെ. 2011 ഇറങ്ങിയ 7ാം അറിവും 2013 ഇറങ്ങിയ സിംഗം 2. അപ്പോൾ ഈ ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ള സ്റ്റൈലിഷ് സ്റ്റാർ അല്ലു അർജുനാണ്. അല്ലു അർജുൻ്റെ 3 ചിത്രങ്ങളാണ് സൗത്ത് ഇന്ത്യൻ ഇയർ ടോപ്പർ ആയിട്ടുള്ളത്. 2020 ഇറങ്ങിയ അല്ല വൈകുണ്ഠപുരം, 2021 ഇറങ്ങിയ പുഷ്പ ദ റൈസും, 2024 ഇറങ്ങിയ പുഷ്പ ദി റൂൾ എന്ന ചിത്രവുമാണ്. ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത് റിബൽ സ്റ്റാർ പ്രഭാസാണ്. പ്രഭാസിൻ്റെ 4 ചിത്രങ്ങളായിരുന്നു 2010 ശേഷം സൗത്ത് ഇന്ത്യൻ ഇയർ ടോപ്പർ ആയത്. 2015 ഇറങ്ങിയ ബാഹുബലിയും, 2017 ഇറങ്ങിയ ബാഹുബലി ടു ദ കൺക്ലൂഷനും, 2019 ഇറങ്ങിയ സാഹോയും, 2023 സലാർ എന്ന ചിത്രവും. ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ തലൈവർ രജനീകാന്താണ്. 4 ചിത്രങ്ങളാണ് തലൈവർ രജനീകാന്ത് 2010 ശേഷം സൗത്ത് ഇന്ത്യൻ ഇയർ ടോപ്പർ ആക്കിയിട്ടുള്ളത്. 2010 ഇറങ്ങിയ എന്തിരിഞ്ഞ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ആ ഡീക്കയിലെ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ ഇയർ ടോപ്പർ സൗത്ത് ഇന്ത്യ കാണുന്നത്. പിന്നീട് 2014 ഇറങ്ങിയ ലിംഗ എന്ന ചിത്രവും, 2016 ഇറങ്ങിയ കബാലി എന്ന ചിത്രവും, 2018 എന്തിരൻ ഫ്രാഞ്ചൈസിൻ്റെ ഭാഗമായി ഇറങ്ങിയ എന്തിരൻ 2.0 എന്ന ചിത്രവുമാണ് രജനീകാന്ത് സൗത്ത് ഇന്ത്യൻ ഇയർ ടോപ്പർ ആക്കിയിട്ടുള്ളത്.